നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. തൊണ്ടിമുതൽ തിരിമറിക്കേസിൽ MLA-യും മുൻ മന്ത്രിയുമായ ആന്റണി രാജു കുറ്റക്കാരൻ. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞെന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. അടിവസ്ത്രം വെട്ടിത്തയ്ക്കാൻ ആന്റണി രാജുവിന് ഒത്താശ ചെയ്ത ക്ലർക്ക് KS ജോസും കുറ്റക്കാരൻ. ശിക്ഷാവിധിയിൽ തീരുമാനം ഉച്ചയ്ക്ക് ശേഷം. 2 വർഷത്തിനു മുകളിൽ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജുവിന് MLA സ്ഥാനവും നഷ്ടമാകും. കേട്ടറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ. തീരുമാനം അധ്യാപക സംഘടനകളുടെ എതിർപ്പ് ശക്തമായതോടെ സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഉടൻ റിവ്യൂ ഹർജി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക്. DGPക്ക് പരാതി നൽകി പീഡന കേസിലെ യുവതിയുടെ ഭർത്താവ്. വിവാഹിതയെന്നറിഞ്ഞിട്ടും ബന്ധം സ്ഥാപിച്ചെന്നും കുടുംബജീവിതം തകർത്തുവെന്നും പരാതിയിൽ ആരോപണം. നിർബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തിന് മുൻകൂർ ജാമ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുങ്ങുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും നിർണായക കണ്ടെത്തലുകളില്ലാതെ SIT അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ മണ്ഡലത്തിലുള്ള ആളെന്നും സോണിയാഗാന്ധിയെ പോറ്റി കണ്ടത് താൻ വഴിയല്ല എന്നും അടൂർ പ്രകാശ്. തൃശൂർ മറ്റത്തൂരിൽ വിമതരെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. തീരുമാനം KPCC പ്രസിഡന്റ് ഇടപെട്ട് വിമതരുമായി നടത്തിയ സമവായത്തിൽ. വടക്കാഞ്ചേരി കോട വിവാദത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കോൺഗ്രസ്. പ്രസിഡന്റ് സ്ഥാനം LDF രാജിവെക്കണമെന്ന ആവശ്യം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം മുസ്തഫിസുർ റഹ്മാനെ IPL-ൽ നിന്നും ഒഴിവാക്കാൻ BCCI നിർദ്ദേശം. തീരുമാനം കൊൽക്കത്ത ടീം മാനേജ്മെന്റിനെ അറിയിച്ചു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ മുസ്തഫിസുർ ഇന്ത്യയിൽ കളിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് BCCI. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷമിയും ശ്രേയസ് അയ്യറും ടീമിലെത്തുമോ എന്നതിൽ ആകാംക്ഷ. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് തെളിയിക്കപ്പെട്ടത്. മേൽക്കോടതിയിലേക്ക് കൈമാറണമെന്ന പ്രോസിക്യൂഷന്റെ ഉപഹർജിയിൽ ഇന്ന് 2:45 വിധി പറയും. വിശദാംശങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഈ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിനിടയിലാണ് 2:45 ഈ പ്രോസിക്യൂഷൻ നൽകിയ ഉപഹർജിയിൽ വിധി പറയുന്നത്. ലിജൻ, തീർച്ചയായിട്ടും ഈ പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉപഹർജി പ്രോസിക്യൂഷൻ നേരത്തെ നൽകിയിരുന്നത്. കാരണം ഈ 409 വകുപ്പ് പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ഉൾപ്പെടെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഏതായാലും നെടുമങ്ങാട് കോടതിക്ക് ഈ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന കാര്യത്തിൽ വിധി പറയാനുള്ള ഒരു അധികാരമില്ല. അതുകൊണ്ട് തന്നെയാണ് മേൽക്കോടതിയിലേക്ക് ഈ കേസ് പരിഗണിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ കേസിലായിരിക്കും ഈ ഉപഹർജി ഏതായാലും പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. കാരണം പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ ഹർജിയിലും അഥവാ ഉപഹർജിയിലും വിധി പറയുന്നതിനാണ് 2:45 മാറ്റിയത്. ഒരുപക്ഷെ ഈ 3 വർഷത്തിൽ താഴെ കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും ശിക്ഷകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങളിലെ ശിക്ഷ വിധിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. ആ ശിക്ഷ വിധിക്കുകയും അതിനുശേഷം ബാക്കിയുള്ളത് മറ്റു മേൽക്കോടതിയിലേക്ക്, തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാറ്റാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. അതേസമയം ഈ മൊത്തത്തിൽ ഈ ശിക്ഷാവിധി പറയുന്നത് മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ളൊരു സാധ്യതയുമാണ് നിലവിലുള്ളത്. അതേസമയം ഇത് രണ്ടു തന്നെ ആയാലും ആന്റണി രാജുവിന് ജാമ്യാപേക്ഷ നൽകാം. ആ ജാമ്യാപേക്ഷ പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് ഏതായാലും ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതേസമയം 1-ാം പ്രതിയായിട്ടുള്ള ജോസ് ഈ കോടതിയിലെ ക്ലർക്കായിരുന്നു. രണ്ടുപേരുടെയും കൂട്ടുത്തരവാദിത്തം ഇതിലുണ്ട് എന്നും കോടതിയിൽ ഏതായാലും തെളിയിക്കപ്പെട്ടൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജോസ് ഏതായാലും ജാമ്യ ഹർജി നൽകുന്നില്ല
ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ജോസ് ഒരു പക്ഷേ ജയിലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. ഏതായാലും 2:45 ഈ ഉപഹർജിയിലും മറ്റുമുള്ള വിധി ഏതായാലും ഉണ്ടാകുക. 1994 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. വിദേശ പൗരനായിട്ടുള്ള ആൻഡ്രൂ എന്ന് പറയുന്ന വ്യക്തി, ആ പൗരന്റെ അടിവസ്ത്രത്തിൽ നിന്നും ഇത്തരത്തിൽ ഹാഷിഷ് ഓയിൽ പിടികൂടുന്നു. അതിനുശേഷമാണ് ഈ തിരുവനന്തപുരം കോടതി ശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച ഈ വിദേശ പൗരനെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഈ ഓസ്ട്രേലിയയിൽ ഈ പൗരൻ മറ്റൊരു കേസിൽ, ഒരു കൊലക്കേസിൽ ജയിലിലാകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ തടവുകാരനോട് നടത്തിയത്. ആ തടവുകാരൻ പിന്നീട് ഈ വിദേശത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഇന്റർപോൾ വഴി ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിലെ CBI ഉദ്യോഗസ്ഥരെ ഇന്റർപോൾ വിവരം അറിയിക്കുകയും അതിനുശേഷമാണ് CBI ആണ് കേരളത്തിലേക്ക് ഈ വിവരം എത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും നിർണായകമായ ഒരു കേസാണ്. നിലവിൽ ഏതായാലും 2:45 ഈ ഉപഹർജിയിലെയും വിധി ഏതായാലും നെടുമങ്ങാട് കോടതി പറയും. അതിനുശേഷം ഈ CJM കോടതിയായിരിക്കും ഇതിൽ മറ്റ് ഈ 409 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് സംബന്ധിച്ച തീരുമാനമൊക്കെ തന്നെ എടുക്കുക. അതേസമയം ഈ 2 വർഷത്തിലധികം ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ MLA പദവി ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു അവസ്ഥയൊക്കെയുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമസഭ അംഗത്വം ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെ ഇപ്പോൾ ഏതായാലും ആന്റണി രാജുവിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ഇനി ശിക്ഷ വിധിക്കുന്നതിൽ ചില സാങ്കേതികത്വം മാത്രമാണ് നിലനിൽക്കുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. കേറ്ററ്റുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ആശങ്കകൾ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. 2010 മുൻപ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകരെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു സുപ്രീംകോടതി വിധി. അന്നത്തെ നിയമന ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേടെക് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ആ ഉത്തരവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 ഇറക്കിയിട്ടുള്ള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുക. വിദ്യാഭ്യാസാവകാശ നിയമം ലക്ഷ്യമിടുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന മികച്ച അനുഭവ സമ്പത്തുള്ള അധ്യാപകരെ പിരിച്ചുവിടുന്നത് ഗുണനിലവാരത്തെ തകർക്കുകയേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. കേട്ടറ്റ് പരീക്ഷ കേരളത്തിൽ ആരംഭിച്ചത് 2012 മാത്രമാണ്. അതിനു മുൻപ് ജോലിയിൽ പ്രവേശിച്ചവരോട് ജോലിയിൽ കയറുമ്പോൾ ഇല്ലാതിരുന്ന ഒരു യോഗ്യത ഇപ്പോൾ നിർബന്ധമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേട്ടറ്റ് വരുന്നതിന് മുൻപ് സർവീസിൽ കയറിയവരെയും അതിനുശേഷം വന്നവരെയും ഒരേ തട്ടിൽ കാണുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. നിലവിൽ യോഗ്യത നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി 2026 ഫെബ്രുവരിയിൽ കേട്ടറ്റ് പരീക്ഷ നടത്തുന്നതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അധ്യാപക സംഘടനകളുമായും നിയമവിദഗ്ധരുമായും ചർച്ച നടത്തിയ ശേഷം റിവ്യൂ പെറ്റീഷൻ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക്. പീഡനക്കേസിൽ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് DGPക്ക് പരാതി നൽകി. വിവാഹിതയെന്ന് അറിഞ്ഞിട്ടും ബന്ധം സ്ഥാപിച്ചെന്ന് പരാതിയിൽ പറയുന്നു. അതേസമയം നിർബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. വിശദാംശങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, നേരത്തെ വലിയ വിവാദമുണ്ടായ വിഷയമാണ്. ഇപ്പോഴത്തെ ആ പീഡനക്കേസിൽ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് കൂടി DGPക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. തീർച്ചയായും ലിജിൻ, കുരുക്ക് മുറുകുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ. നേരത്തെ ഈ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DGPക്കും മുഖ്യമന്ത്രിക്കും ഇപ്പോൾ പുതിയ പരാതി യുവതിയുടെ ഭർത്താവ് നൽകിയിരിക്കുന്നത്. തന്റെ കുടുംബജീവിതം തകർത്തു എന്നാണ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ രാഹുലിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ BNS-ലെ 86 വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നുമാണ് ഇപ്പോൾ ഭർത്താവിന്റെ ആവശ്യം.
തന്റെ ഈ പരാതിയിൽ പറയുന്ന ഉള്ളടക്കങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി എന്നുമാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. ഇത് തനിക്ക് വലിയ മാനനഷ്ടം ഉണ്ടാക്കി എന്നും പറയുന്നു. താൻ നാട്ടിൻപുറത്തുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്ത് പോകുന്ന സമയത്ത് ഇത് വളരെ വലിയ രീതിയിൽ അവിടെ ചർച്ചയാവുകയും തനിക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതും ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയിൽ ആവർത്തിച്ച് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തന്റെ ജീവിതം തകർത്തു എന്നും തന്റെ കുടുംബ ജീവിതത്തിൽ വളരെ വലിയ ഒരു തകർച്ച ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൗഹൃദം സ്ഥാപിച്ച് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നാൽ അത് തർക്കം പരിഹരിക്കുന്നതല്ല, മറിച്ച് വഴിവിട്ട മറ്റ് ബന്ധങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഈ കേസിൽ എന്തായാലും ഇപ്പോൾ ഈ പരാതി DGPക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും മുന്നിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയ സുഹൃത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി ജോസഫിനാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പരാതിയും മേൽ ഇപ്പോൾ അന്വേഷണം നടക്കുമോ, അതുപോലെ തന്നെ കൂടുതൽ നടപടി മുഖ്യമന്ത്രി എടുക്കാൻ പറയുക എന്നുള്ള കാര്യം വരും മണിക്കൂറുകൾ എന്തായാലും നമുക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. ഈ ബലാത്സംഗ പരാതിയിൽ സത്യം വിജയിക്കുമെന്നും സത്യം മാത്രമേ വിജയിക്കാവൂ എന്നും ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ലിജിൻ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകുമോ, ഈ പരാതിയിന്മേൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നതിനെ കാണണം. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഴഞ്ഞു നീങ്ങി SIT അന്വേഷണം. കേസിൽ കുറ്റപത്രം പോലും ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുമെന്നാണ് ആക്ഷേപം. അതേസമയം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് CPM നേതാക്കൾ രംഗത്ത് വന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT അന്വേഷണം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികൾ അറസ്റ്റിലായിട്ട് 60 ദിവസങ്ങൾ കഴിയുന്നു. എന്നാൽ ഇതുവരെയും കേസിൽ കുറ്റപത്രം SIT സമർപ്പിച്ചിട്ടില്ല. തുടർ നടപടികളുടെ ഭാഗമായി കൂടുതൽ അന്വേഷണങ്ങളും മന്ദഗതിയിലാണ്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും ഇടവരുത്തുമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതേസമയം കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും താൻ വഴിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെടുന്നു. അടൂർ പ്രകാശൻ എന്നല്ല ആരെ വേണമെങ്കിലും കേസിൽ ചോദ്യം ചെയ്യട്ടെ എന്നും പ്രതികളെ CPM സംരക്ഷിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം മുതലേ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയ ശ്രമമാണ്. ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും SITയെ നിയന്ത്രിക്കാൻ സർക്കാർ പെടുന്ന പെടാപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ കരുതലോടെ ഇരിക്കണമെന്നുള്ള കാര്യത്തിൽ ജനങ്ങളെല്ലാം ജാഗരൂകരാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉയരുന്നത് എന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിന് പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ ആദ്യം അതിനേക്കാൾ തെളിവുള്ളത് അല്ലേ UPA ചെയർമാനായിരുന്ന സോണിയാഗാന്ധിയുടെ കാര്യം. അപ്പൊ ആദ്യം അത് ചോദ്യം ചെയ്യട്ടെ, അതിനുശേഷം ഇത് ചോദ്യം ചെയ്യും. കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് SIT അന്വേഷണമെല്ലപ്പോക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിയുമായി നിരന്തരമായി തർക്കത്തിന് CPIക്ക് താല്പര്യമില്ല എന്ന് ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയെ ചുറ്റിപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും ഗൗരവമേറിയ ആ ദൗത്യങ്ങൾ വലതുപക്ഷ വർഗീയവാദ ഫാസിസ്റ്റ് ആശയങ്ങളെ ചെറുത്തുകൊണ്ട് ഇടതുപക്ഷ വിജയം ഉറപ്പാക്കലാണ്. ഇടതുപക്ഷ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ എല്ലാ ഇടതുപക്ഷ ബന്ധുക്കളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ആ ശ്രമത്തിൽ എല്ലാ മതനിരപക്ഷവാദികളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുമായുള്ളൊരു നിലയ്ക്കാത്ത തർക്കത്തിൽ പോകുന്നത് രാഷ്ട്രീയമായി ഒരിക്കലും ബുദ്ധിപൂർവമല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി
തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയത്തിൽ CPMന് പങ്കുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തിരുവനന്തപുരത്ത് CPMും BJPയുമായി വോട്ട് കച്ചവടം നടന്നു. അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDFന് കഴിഞ്ഞു. തനിക്ക് ചാർജ് തന്നതിന് ശേഷം പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ തവണ 10 ആയിരുന്ന സീറ്റുകൾ ഇത്തവണ 19 ആക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ BLOമാരൊക്കെ എവിടെ പോയിരുന്നു എന്ന്. BLOമാരിൽ എല്ലാവരും BJPക്കാരാണ്. എത്ര BLOമാരുണ്ടോ BJPയുടെ സംഘടനയിൽപ്പെട്ടവർ? മഹാഭൂരിപക്ഷം CPMകാരായിരുന്നു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്. അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിക്കണമെന്നാണ് കോൺഗ്രസ് തീരുമാനമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വയനാട് ക്യാമ്പിൽ കൃത്യമായ രൂപം നൽകും. കൃത്യമായ ചട്ടപ്രകാരമായിരിക്കും സ്ഥാനാർത്ഥി നിർണയമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥികളെ ആവുന്നത്ര നേരത്തെ കൂട്ടി തീരുമാനിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ. അതനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കേരളത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രക്രിയകൾ ഉടനടി ആരംഭിക്കും. വയനാട് ക്യാമ്പ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്. അല്ല, വയനാട് ക്യാമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങൾ. BJP കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരം മാരാർജി ഭവനിൽ പുരോഗമിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവലോകനവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷനിലേത് ഉൾപ്പെടെയുള്ള വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാനുള്ള തന്ത്രം യോഗം ചർച്ച ചെയ്യും. A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയും ചർച്ചാ വിഷയമാണ്. കേരള പ്രഭാത് പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൂപ്പർ ക്രോസിംഗ് ബൈക്ക് റേസിംഗിനിടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൻ നാശനഷ്ടം. മൈതാനത്തെ പുല്ലുകൾ ഉണങ്ങുകയും പ്രവേശന ഗേറ്റുകൾ തകരുകയും ചെയ്തു. മേയർ O സദാശിവൻ സ്റ്റേഡിയം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 21-നാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് നടന്നത്. തുടർന്നാണ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായത്. പുൽമൈതാനത്തിന്റെ പാർശ്വഭാഗവും ഉണങ്ങിയിട്ടുണ്ട്. ബൈക്ക് റേസിംഗിനായി മൈതാനത്ത് മണ്ണിട്ടിരുന്നത് പോലും നീക്കം ചെയ്തിട്ടില്ല. പുൽമൈതാനത്തിനിടയിൽ വെള്ളമൊഴുകി പോകാനുള്ള സുഷിരങ്ങളോട് കൂടിയ പൈപ്പുകൾ ഭാഗികമായി നശിച്ചു. സ്റ്റേഡിയത്തിലെ പ്രവേശന ഗേറ്റുകളും തകർന്നിട്ടുണ്ട്. കേരള ഫുട്ബോൾ അസോസിയേഷനും കോർപ്പറേഷനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ വരുന്ന സീസണിലും മത്സരങ്ങൾ ഇവിടെ നടത്താനുള്ള ആലോചന പോലും നടക്കുന്നൊരവസരത്തിലാണ് നമ്മുടെ ഈ ഗ്രൗണ്ടിന് ഈ വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്കും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം നൽകരുത് എന്നാണ് നമ്മുടെ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷനും കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ കോർപ്പറേഷനോട് അഭ്യർത്ഥിക്കാനുള്ളത്. മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങൾ സ്റ്റേഡിയം സന്ദർശിച്ചു. ജനുവരി 15-നകം സ്റ്റേഡിയം പഴയപടിയാക്കാമെന്ന് ബൈക്ക് റേസിംഗ് സംഘാടകർ KFAക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. ഇതിൻ്റെ പഴയ നിലയിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവർക്ക് കൊടുത്തിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 15-ാം തീയതിയാണ് ജനുവരി. ആ 15-ൻ്റെ ഉള്ളിൽ പൂർവ്വസ്ഥിതിയിൽ അവർ ഈ ഗ്രൗണ്ട് ആക്കി നൽകുമെന്നാണ് അവർ നമ്മളോട് എഗ്രി ചെയ്തിട്ടുള്ളത്. ആ 15-ൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തും. അത് ഇല്ലാതെ വന്നാൽ 15-ന് ഞങ്ങൾ വീണ്ടും വിസിറ്റ് ചെയ്യും. ഇവിടെ 35,000 ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് സ്റ്റേഡിയത്തിലുള്ളതെങ്കിലും റേസിംഗ് ദിനത്തിൽ ഇരട്ടിയോളം ആളുകളെ അകത്ത് കയറ്റിയിരുന്നു. ബൈക്ക് റേസിംഗ് സംഘാടകർ 25 ലക്ഷം രൂപയാണ് സ്റ്റേഡിയത്തിന്റെ വാടക KFAക്ക് നൽകിയത്. എന്നാൽ കോർപ്പറേഷന് വാടക ഇനത്തിൽ പണമൊന്നും ലഭിച്ചില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്. SIRൽ ഇന്ന് നിർണായക യോഗങ്ങൾ. ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും യോഗം ഓൺലൈനായി ചേരും. രാഷ്ട്രീയ പ്രതിനിധികളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നേരിട്ട് കാണും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ 15.9 ലക്ഷം ഹിയറിംഗ് നോട്ടീസുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. രേഖകൾ നേരിട്ടോ ഓൺലൈനായോ BLOമാർക്കോ കൈമാറുന്നവർക്ക് നോട്ടീസ് നൽകില്ല. അതേസമയം SIR പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് നോട്ടീസ് നൽകുന്ന നടപടികൾ വോട്ടർമാരെ വലയ്ക്കുന്നതാണെന്ന ആരോപണം രാഷ്ട്രീയ പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിക്കും. എല്ലാവരെയും ഹിയറിംഗിന് വിളിക്കാതെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി രേഖകൾ നൽകി നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലില്ല എന്നും സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ അനാവശ്യമാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടിക്ക് പുറത്തുള്ള ആളുടെ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് എപ്പോഴും ന്യായമായ ഡിമാൻഡുകൾ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസും ലീഗുമായി സീറ്റ് തർക്കം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനുള്ള നടപടികളിൽ തീരുമാനമെന്ന് കോൺഗ്രസ്
സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നാളെ രജിസ്ട്രേഷൻ നടക്കും. വരുന്ന ആഴ്ചകളിൽ തന്നെ പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കോഴ വിവാദത്തിൽ ലീഗ് സ്വതന്ത്രൻ EU ജാഫറിന്റെ വാദം തള്ളി കോൺഗ്രസ്. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായതായി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ പറഞ്ഞു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. LDFന് വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ജാഫർ നിഷേധിച്ചിരുന്നു. എന്നാൽ ജാഫർ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്ന് മുസ്തഫ ആരോപിച്ചു. ജാഫർ കളവ് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ വാങ്ങിയ പ്രസിഡന്റ് സ്ഥാനം CPM രാജിവെക്കണം. UDF നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും മുസ്തഫ പറഞ്ഞു. പ്രസിഡന്റിന് ഇപ്പോൾ ഒരു ഇതുമില്ലല്ലോ. കാരണം ജാഫർ വോട്ട് ചെയ്തപ്പോൾ CPMന് 8ഉം UDFന് 6ഉമാണ്. അപ്പോൾ ജാഫർ പോയി, അവിടെ 7 ഇവിടെ 6ആണ്. അപ്പോൾ ആ ഒരു മെയിൻഡിലാണ് അവരണ്ട് വിട്ടയച്ചിക്കാണ്. നീ പോയിക്കോ, നീ എൻ്റെ ചുമതല ഇതാക്കിയില്ലേ, ഒന്ന് ഒതുങ്ങട്ടെ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരും, നീ രാജിവെച്ചാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിലും അവർക്ക് തെറ്റി. ഞങ്ങളിത് ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല. ഇതിൻ്റെ ഏതറ്റം വരെ പോവും. അതിന്റെ ഫുൾ കാര്യങ്ങൾ ഞങ്ങൾ പ്രസിഡന്റ് അനിൽ അക്കരക്കും ഷാനവാസിനും കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. CPMന്റെ MPമാർക്കും MLAമാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവാണെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിന്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ? അത് ജാഫറിന് നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാരെ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രികരും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ സത്യം പുറത്തു വരുന്നതുവരെ ശക്തമായ സമരം നടത്തുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഒരു ബ്ലോക്ക് പോയാൽ CPMന് എന്താണ് കുഴപ്പമെന്നും എന്തിനാണ് ഒരു പാർട്ടി ഇങ്ങനെ അധപ്പതിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. 10 വർഷമായി ഭരിക്കുന്ന പാർട്ടിക്ക് കാശിന് ക്ഷാമമില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു. സത്യം പുറത്തു വരുന്നവരെ ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും. എന്തിനാ ഇങ്ങനെ വെറുതെ 50 ലക്ഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയാൽ CPMന് എന്താ ഒരു കുഴപ്പം? വെറുതെ 50 ലക്ഷം രൂപയൊക്കെ അങ്ങനെയാണെങ്കിൽ അത് വല്ല റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കൊടുത്തൂടെ? കോൺഗ്രസിനെ വെട്ടിലാക്കിയ തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. BJP അംഗങ്ങളുടെ വോട്ട് നേടി വിജയിച്ച വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് ഇന്ന് സ്ഥാനം രാജിവെച്ചേക്കും. നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും കോൺഗ്രസ് നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു. വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നതോടെ പുറത്താക്കിയ 8 പഞ്ചായത്ത് അംഗങ്ങളെയും പാർട്ടിയിൽ തിരികെ എടുക്കാനും വഴിതെളിയും. KPCC നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. തങ്ങളിൽ ഒരാൾ പോലും BJPയിൽ ചേർന്നിട്ടില്ല എന്നും ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണെന്നും വ്യക്തമാക്കി വിമത നേതാക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. DCC നേതൃത്വത്തിന്റെ തെറ്റായ സമീപനമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ കാരണമെന്നും BJPയും ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു എന്നുമാണ് ഇവരുടെ വാദം. KPCC ചുമതലപ്പെടുത്തിയ റോജി M. ജോൺ MLA പുറത്താക്കിയവരെയും മണ്ഡലത്തിലെ ഔദ്യോഗിക വിഭാഗത്തെയും കേട്ട ശേഷം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് KPCCയുടെ നടപടി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. പമ്പയിലും സന്നിധാനത്തും തിരക്ക് കൂടിയതോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മരക്കൂട്ടം മുതൽ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നത്. സന്നിധാനത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മകരവിളക്ക് സീസൺ തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഈ തീർത്ഥാടകരുടെ ഈ ഒരു പ്രവാഹം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇതിപ്പോൾ സന്നിധാനത്ത് നിന്നും അയ്യപ്പ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന ഭക്തരാണ്. അവരുടെ ഒരു തിരക്ക് തന്നെ നമുക്കിപ്പോൾ കാണാം. തൊട്ടപ്പുറത്ത് അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരുടെ ഒരു തിരക്ക്. അങ്ങനെ ഈ 2 തിരക്കുകളും കൂടി ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഏതായാലും സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം ദിവസങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അയ്യപ്പന്മാരെ ദർശനത്തിനായി അനുവദിക്കുന്നത്. പമ്പ മുതൽ ഇക്കാര്യങ്ങൾ നിയന്ത്രിച്ചു വരുന്നുണ്ട്. മരക്കൂട്ടത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒരു നിയന്ത്രണം, അവിടെ ഒരു വലിയ വടം കെട്ട് തിരിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാരെ ഇവിടേക്ക് കടത്തിവിടുന്നത്. അപ്പം ഏറെ നേരം ഇവർ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകൾ അയ്യപ്പന്മാർക്കുണ്ട്. അവർ ഏറെ നേരം ഈ ക്യൂവിൽ നിന്ന് കൊണ്ട് വളരെ ക്ഷീണിതരായാണ് സന്നിധിയിലേക്ക് എത്തുന്നത്. എത്ര സമയമായി സ്വാമി എത്തിയിട്ട്? ഞങ്ങൾ 6 മണിക്കൂർ വരുന്ന ആൾക്കാരെ സ്വാമി. കാലത്ത് 4 മണിക്ക് ഞങ്ങൾ പമ്പയിൽ നിന്ന് കയറിയതാ സ്വാമി. എന്താ ചെയ്യുക, ആകെ തിരക്ക്, ബ്ലോക്ക് ചെയ്ത് പിടിച്ചോണ്ടേ ഇരിക്കുക. ഞങ്ങൾ 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് വരിയിൽ. യഥാണ് വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിരവധി ഭക്തർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കായിക വാർത്തകൾ നോക്കാം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ചീഫ് സെലക്ടർ അജിത് അഗാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഓൺലൈനായി യോഗം ചേർന്നാണ് ടീമിനെ പ്രഖ്യാപിക്കുക. ജനുവരി 11 വഡോദരയിലാണ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം. ജനുവരി 14 രാജ്കോട്ടിലും 18 ഇൻഡോറിലുമാണ് മറ്റു മത്സരങ്ങൾ. ബംഗ്ലാദേശ് ക്രിക്കറ്റർ മുസ്തഫിസൂർ റഹ്മാനെ കൊൽക്കത്ത ടീമിൽ നിന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി BCCI. മുസ്തഫിസൂറിനെ ഒഴിവാക്കണമെന്ന ആവശ്യം KKR ടീം മാനേജ്മെന്റിന് മുന്നിൽ BCCI വെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം നടക്കുന്ന പശ്ചാത്തലത്തിൽ മുസ്തഫിസൂർ IPL കളിക്കുന്നത് പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കും. 9,20 ലക്ഷം രൂപയ്ക്കാണ് ഷാരൂഖ് ഖാന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുസ്തഫിസൂറിനെ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശ് പേസറെ ടീമിൽ എടുത്തതിനെതിരെ BJP രംഗത്തെത്തിയിരുന്നു. അതേസമയം താരലേലത്തിൽ മുസ്തഫിസൂർ ഉൾപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മകൻ കൂടിയായ ICC ചെയർമാൻ ജയ്ഷാ അറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. 7 ബംഗ്ലാദേശ് താരങ്ങളിൽ മുസ്തഫിസൂർ മാത്രമാണ് ടീമിൽ ഇടം പിടിച്ചത്. മുൻപ് ചെന്നൈ, മുംബൈ, രാജസ്ഥാൻ, സൺറൈസേഴ്സ് എന്നീ ടീമുകൾക്ക് വേണ്ടി മുസ്തഫിസൂർ കളിച്ചിട്ടുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.